അല്ല സിനിമ ഈസിയാണ്, സിനിമയിലുള്ള എൻട്രി ഭയങ്കര പാടാണ് നമുക്ക്. ഓൾറെഡി സിനിമയിലുള്ള ആളുകൾ സീരിയലുകാരെ ഒരിത്തിരി ഇതായിട്ടാണ് വെച്ചേക്കുന്നത്, വെച്ച് ഡൗൺ ആയിട്ടാണ്. നമ്മളൊരാൾക്ക് അവസരം നീട്ടിയാൽ നാളെ എനിക്കൊരു അവസരം വേറെ ആളും നീട്ടും. ഇപ്പം ഞാൻ ഇവരെ ബ്ലോക്ക് ചെയ്താൽ ഞാൻ ചിലപ്പോൾ സിനിമയിൽ ആഗ്രഹിക്കുന്നത് എന്നെ ആ സിനിമയിൽ ആരെങ്കിലും ബ്ലോക്ക് ചെയ്യും. തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ നമുക്ക് എല്ലാവരും എല്ലാം കൊടുത്ത് സഹായിക്കാൻ പറ്റൂല, സാമ്പത്തികം കൊടുത്തോ ഒന്നും നമുക്ക് സഹായിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സന്തോഷമുള്ള കുറച്ച് നിമിഷങ്ങൾ, അവർക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് ഒരിക്കലും ഒരു ലോകവും അയാൾക്ക് ഒറ്റയ്ക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല, കുറേ പേരുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. പിന്നെ നമ്മളൊരു കാര്യത്തിൽ ആവശ്യമില്ലാതെ കുറേ നേരം വിഷമിച്ചിരുന്നുകൊണ്ടോ അല്ലെങ്കിൽ ഈ റിവഞ്ച് മനസ്സിൽ കൊണ്ടു നടന്നിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. ക്യാരക്ടർ സ്വിച്ച് ചെയ്യുക, സ്ഥലം ഷിഫ്റ്റ് ചെയ്യുക, ഇതൊക്കെ ഒരു എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് അതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് അതിനോടുള്ള ആഗ്രഹവും ഇഷ്ടവും മാത്രമാണ്. ബാക്കി എല്ലാം ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു സീരിയൽ ഡയറക്റ്റ് ചെയ്യുന്ന ആ ഡയറക്ടർ ഏറ്റവും വലിയ ആഗ്രഹം ഒരു മൂവി ചെയ്യണം എന്ന് തന്നെയാണ്. പക്ഷെ സംഭവിക്കാത്തതെന്ന് വെച്ചാൽ ഇതെല്ലാം ബഡ്ജറ്റ് വൈസ് ആണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. ആളുകൾ ടിക്കറ്റ് എടുത്ത് പോയി കാണുന്നൊരു കാര്യമല്ല, നമ്മുടെ വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ ആ വീട്ടിൽ വരുമ്പോൾ ആ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടാവും, അമ്മമാരുണ്ടാവും, ചിലപ്പോൾ മാനസികമായി ഇച്ചിരി ദുർബലരായ ആളുകളുണ്ടാവും. അപ്പം നമുക്ക് അവിടെ അത്രയും കാര്യങ്ങൾ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ആ ഷോപ്പിൽ അന്ന് വരുമായിരുന്ന ആളുകൾ പരസ്പരത്തിൻ്റെ കമ്മലുണ്ടോ, ചന്ദനമഴയുടെ ചോദിച്ചു വരുമായിരുന്നു. എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും നമ്മുടെ അമ്മയെ വിളിച്ച് പറയുക, അല്ലെ അപ്പനെ വിളിച്ച് പറയുമ്പോൾ നീ അതിലോട്ടിരിക്കുക എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സമാധാനം. നമുക്കറിയാം അവർ ചിലപ്പോൾ ദുർബലരായിരിക്കാം ശാരീരിക ഇത് വെച്ചിട്ട്, എങ്കിൽ പോലും അവരിത് പറയുമ്പോൾ ഒരു നമുക്കറിയാം, കാരണം അവരുടെ ജീവൻ പോയിട്ട് നമ്മൾ എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ, അവരങ്ങനെ ചെയ്യുള്ളൂ. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. അങ്ങനെ പല നാളുകളായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചക്കം പക്കത്തിൽ ഇന്നു മുതൽ ഞാനായിരിക്കും. ഐ ആം സ്വീറ്റി. അതുപോലെ തന്നെ ചക്കം പക്കത്തിന്റെ ഈ ഒരു പുതിയ സീസണിൽ ഇന്നത്തെ എന്റെ ആദ്യത്തെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ദാവീദ് ജോൺ ആണ്. നമസ്കാരം ചേട്ടാ. നമ്മുടെ ചക്കം പക്കം എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര ഫൺ ആയിട്ടുള്ളൊരു ഷോ ആണ്. മാത്രമല്ല ഇതുവരെ അത് വേറൊരു ആങ്കർ ചെയ്തിരുന്നതാണ്. ഇന്ന് മുതലാണ് ഞാൻ ദക്ഷിണ വെച്ച് ഇതിലേക്ക് കയറിയിരിക്കുന്നത്. അപ്പൊ ചേട്ടൻ എനിക്കിതൊന്ന് ഫണ്ണാക്കി അടിപൊളിയാക്കി മിന്നിച്ച് തരണം, എന്നെ അനുഗ്രഹിക്കണം, ഗംഭീരാക്കി കൊടുക്കണം, ആഘോഷമാക്കണം. ആഘോഷത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കൊരു ബർത്ത്ഡേ ആഘോഷമൊക്കെ ഇങ്ങനെ നടക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യയുടെ ബർത്ത്ഡേ ആഘോഷമൊക്കെ? ആദ്യയുടെ ബർത്ത്ഡേ ആഘോഷമൊക്കെ വളരെ നന്നായിട്ട് തന്നെ പോയി. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നടന്നു, അടിപൊളിയായിരുന്നു. ശരിക്കും തോന്നുന്നു ആർക്കോ കേക്ക് കിട്ടിയില്ലെന്നോ, ആരോ കേക്ക് തട്ടിപ്പറിച്ചെന്നോ, അങ്ങനെയൊക്കെ മലയാളികളുടെ ഇടയിൽ ഒരു ചർച്ച കേട്ടു. കേക്ക് കിട്ടാഞ്ഞത് അവന്റെ ശരിക്കുമുള്ള ഫാദറിന് കിട്ടിയില്ല, നമ്മളത് തട്ടിപ്പറിച്ചു. നമുക്ക് കിട്ടി കേക്ക്, നമുക്ക് തന്നു. എനിക്ക് തോന്നുന്നു ചേട്ടൻ ഭയങ്കര കൂളായിട്ടുള്ള കാമായിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ നമ്മൾ ലൊക്കേഷനിലൊക്കെ ചെല്ലുമ്പോൾ ഡയറക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ ആയിരിക്കുന്നത്. പക്ഷെ ചേട്ടൻ ചെല്ലുമ്പോൾ അവിടെ ഒരു ഹാപ്പി ജോളി വൈബ് ആകും എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ മറ്റുള്ളവരെ ഹാപ്പി ആക്കി വെക്കാൻ പറ്റുന്നത്? അല്ല, നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. ഇപ്പം നമ്മളെ ഈ പറയുന്ന പോലെ ഒരാൾക്ക് ഒരിക്കലും ഒരു ലോകവും അയാൾക്ക് ഒറ്റയ്ക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല, കുറേ പേരുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. പിന്നെ നമ്മളൊരു കാര്യത്തിൽ ആവശ്യമില്ലാതെ കുറേ നേരം വിഷമിച്ചിരുന്നുകൊണ്ടോ അല്ലെങ്കിൽ ഈ റിവഞ്ച് മനസ്സിൽ കൊണ്ടു നടന്നിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. എന്താണോ ദൈവം പ്ലാൻ ചെയ്ത് അങ്ങനെ പോകത്തുള്ളൂ. പിന്നെ നമുക്ക് എല്ലാവരും എല്ലാം കൊടുത്ത് സഹായിക്കാൻ പറ്റൂല, സാമ്പത്തികം കൊടുത്തോ ഒന്നും നമുക്ക് സഹായിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സന്തോഷമുള്ള കുറച്ച് നിമിഷങ്ങൾ, അവർക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഹാപ്പി ആയിരിക്കുമ്പം അവരും ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മുടെ വർക്ക് ഈസി ആവും, ജോലി എളുപ്പത്തിലാവും. പക്ഷെ എനിക്കത് മറ്റുള്ളവരെ ഹാപ്പി ആക്കി വെക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്. ചേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, പാഷൻ തന്നെ പ്രൊഫഷൻ ആയിട്ടൊക്കെ കിട്ടുന്നത് വളരെ കുറച്ച് പേർക്കാണ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളെങ്കിലും ഇഷ്ടപ്പെട്ടായിരിക്കും നമ്മുടെ ജോലി ചെയ്യുന്നത്. പക്ഷെ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ചേട്ടൻ ഇന്നൊരു ലൊക്കേഷനിലാണെങ്കിൽ നാളെ വേറൊരു ലൊക്കേഷനിൽ, ഇന്നൊരു ക്യാരക്ടർ ആണെങ്കിൽ നാളെ വേറൊരു ക്യാരക്ടർ. അപ്പൊ ഇത് ഇങ്ങനെ മാറി മാറി ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയാ, മടുക്കില്ലേ? മടുക്കാന്നല്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ കുറേ വർഷങ്ങൾ പോകുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു മടുപ്പുണ്ടാവും. കാരണം അതിൽ വ്യത്യസ്തമായിട്ടൊന്നും ചെയ്യാനുണ്ടാവില്ല. ഒരു മനുഷ്യന് മുഖത്ത് വരാവുന്ന ഭാവങ്ങൾക്കൊരു പരിധിയുണ്ട്, അതിനപ്പുറം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ സീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നിശ്ചിതമായ കുറച്ച് സീക്വൻസുകളായിരിക്കും വരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യാവുന്നതിന് അതൊരു ഇതുണ്ട്. അപ്പോൾ അത് തന്നെ റിപ്പീറ്റ് ആകുമ്പോൾ നമുക്കൊരു ചെറിയ മടുപ്പ് തോന്നുന്നുള്ളൂ. പിന്നെ മറ്റ് ഇപ്പം ക്യാരക്ടേഴ്സ് മാറി വരുന്നത് നമുക്ക് സന്തോഷമാണ്. ഒരേ സാധനം ഇപ്പം ഒരു 5 ദിവസം അഭിനയിച്ച് നിൽക്കുമ്പോൾ നമ്മൾ അപ്പുറത്ത് പോയി വേറെ സംഭവം ചെയ്യുമ്പോൾ മറ്റേതെന്നുള്ളൊരു ഇത് നമുക്കങ്ങ് വിടും. ഒരേ സംഭവം ചെയ്യുമ്പോഴാണല്ലോ. ഇപ്പം നമുക്ക് എന്തും അങ്ങനെയല്ലേ, എത്ര വലിയ എന്താ പറയുക, എത്ര വില കൂടിയ ആഹാരമാണെങ്കിലും ഒന്ന് തന്നെ കുറേ ആകുമ്പോൾ നമ്മൾ മടുക്കും. എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണം അല്ലേ?
അപ്പോൾ അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്, അങ്ങനെ മാറി മാറി ചെയ്യുന്നത് തന്നെയാണ് ഇഷ്ടം. ക്യാരക്ടറുകൾ മാറി മാറി ചെയ്യുന്ന ഇഷ്ടമാണ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടന്ന് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഇഷ്ടമല്ല, പിന്നെ വേറെ ചെയ്യാൻ വേറെ മാർഗം ഇല്ലാത്തതാണ്. പക്ഷെ ഞാൻ പറയട്ടെ, അപ്പൊ ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ സീരിയൽ അങ്ങനെ ഒരുപാട് കാണുന്നവരുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പറയും കുറച്ച് പ്രായമായ ആൾക്കാർക്ക് അവർക്കൊരു വൈകുന്നേര സമയങ്ങളിൽ വീട്ടിലിരുന്ന് എന്റർടൈൻ ചെയ്യാനുള്ള, എൻജോയ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് സീരിയൽ എന്ന്. പക്ഷേ ചേട്ടന്റെ വീഡിയോസ് എനിക്ക് തോന്നുന്നു യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം കമന്റ്സ് ഇടുന്നത് യങ്സ്റ്റേഴ്സ് ആണ്. എങ്ങനെയാണ് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഇതുപോലൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്? ഇപ്പോൾ സീരിയൽസ് ഇപ്പോൾ നമ്മൾ പണ്ട് പറയുന്ന പോലെ ഈ മുത്തശ്ശനും മാതൃക എന്ന് കാണുന്നതിൻ്റെ അവസ്ഥയല്ല, എല്ലാവരും കാണും. ഇപ്പോൾ ഒരു സമയത്ത് ഇപ്പോൾ ഞാൻ ഇൻഡസ്ട്രി വന്നിട്ട് ഇപ്പോൾ ഒരു 8 വർഷമായെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യ സമയങ്ങളിൽ നമ്മളെ കാണുമ്പോൾ ഈ പറയുന്ന ബോയ്സ് അല്ലെങ്കിൽ ജെൻസ് എന്ന് പറയും, നമ്മളിത് കാണാറില്ല, ഞങ്ങൾ സീരിയലിന് കാണാറില്ല. പക്ഷെ ഇന്ന് അവർ വലിയ കാര്യമായിട്ട് പറയും. ഇപ്പോഴത്തെ യങ്സ് അവർ കാണുന്നുണ്ട് സീരിയൽ. കാരണം എന്ന് വെച്ചാൽ സീരിയൽ പാറ്റേണും കുറച്ച് മാറി. നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്ന പോലെ കണ്ണീർ കഥകളോ അങ്ങനെ ഒരു സ്ത്രീയെ ചുറ്റിപ്പറ്റി പോകുന്ന കഥകളല്ല. ഇപ്പം ഒരുപാട് മാറ്റങ്ങളുണ്ട് സീരിയലിൽ. കാരണം ജനങ്ങളെല്ലാം വെബ് സീരീസ് കാണുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ പണ്ട് ഒരു മലയാളം സിനിമ മാത്രമല്ല, ഇംഗ്ലീഷ് പടം കണ്ടു നിർത്തുന്ന ഇന്തോനേഷ്യൻ സിനിമകൾ, അല്ലെങ്കിൽ ഇപ്പോൾ കൊറിയൻ സീരീസുകൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ സീരിയലിലും അതിന് മാറ്റമുണ്ട്. അപ്പോൾ അത് ആളുകൾ കാണുന്നുണ്ട്. പിന്നെ ചില ആർട്ടിസ്റ്റുകളെ അവർക്ക് ഇഷ്ടമായിരിക്കും, പിന്നെ ചില പാറ്റേൺസ് ഇഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മിക്ക ആൾക്കാരും കാണുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ടി വിയിൽ അവരിരുന്ന് കാണാൻ പറ്റില്ലെങ്കിൽ പോലും ഇപ്പോൾ ഹോട്ട്സ്റ്റാർ ഉണ്ട്, അല്ലെങ്കിൽ സൺ നെക്സ്റ്റ് ഉണ്ട്, C5 ഉണ്ട്, അങ്ങനെ അല്ലെങ്കിൽ മനോരമ മാക്സ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ അവർക്ക് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആളുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ സീരിയൽസിന്റെ കഥകളൊക്കെ മാറി എന്ന് പറഞ്ഞാലും ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഫാമിലി സ്റ്റോറീസ് ആണ് കൂടുതലും വരുന്നത്. പക്ഷെ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ പല വയലൻസ് ഉള്ളത് വരും, അല്ലെങ്കിൽ ക്രൈം ത്രില്ലേഴ്സ് വരും, അങ്ങനെ പല പല വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറി വരും. പക്ഷെ സീരിയലിൽ നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും ഒരു ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള അമ്മാവൻ, അമ്മായി, അങ്കിളുടെ കുട്ടിയുടെ മോള്, അച്ഛനമ്മ, അങ്ങനെയുള്ളൊരു ചെറിയൊരു സർക്കിളിൽ ചുറ്റിപ്പറ്റി നിന്നുള്ള ഒരു കഥയാണ്. അപ്പൊ സീരിയലിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളുള്ള കഥകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചേട്ടൻ അതിനോടുള്ള ഒരു താല്പര്യം? സീരിയലിൽ മാറ്റം വരുത്തണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പ്രധാനമായിട്ടും ഒരു സീരിയൽ ഡയറക്റ്റ് ചെയ്യുന്ന ആ ഡയറക്ടർ ഏറ്റവും വലിയ ആഗ്രഹം ഒരു മൂവി ചെയ്യണം എന്ന് തന്നെയാണ്. പക്ഷെ സംഭവിക്കാത്തതെന്ന് വെച്ചാൽ ഇതെല്ലാം ബഡ്ജറ്റ് വൈസ് ആണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. ഇപ്പോൾ നമുക്കൊരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു വയലൻസ് ഒരിക്കലും നമുക്ക് കിട്ടുന്ന ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ചാനലിൽ നിന്ന് കിട്ടുന്നത് ഇപ്പം എറൗണ്ട് ഒരു 1.20 അല്ലെങ്കിൽ 1.30 വരെ ആയിരിക്കും കിട്ടുന്നത്. പെർ ഡേ ഷൂട്ടിംഗ് കോസ്റ്റ് തന്നെ മേളിൽ വരും. അതായത് ആർട്ടിസ്റ്റുകളുടെ കോസ്റ്റ്, അവരുടെ ലിവിങ് കോസ്റ്റ്, പിന്നെ മറ്റ് ആർട്ട് പ്രൊഡക്ഷൻ, പിന്നെ അതുപോലെ തന്നെ മേക്കപ്പ്, കോസ്റ്റ്യൂം, മറ്റേ ലൊക്കേഷൻ റെൻറ്റ്, ഡ്രൈവേഴ്സിൻ്റെ ബാറ്റ, ഫ്യൂവല്, മറ്റേ ജനറേറ്റർ, അത് എന്ന് പറഞ്ഞ ഒരു ദിവസം. പിന്നെ ഒരു എപ്പിസോഡായി നമ്മുടെ മുന്നിൽ വരണമെങ്കിൽ നിങ്ങൾക്കും അറിയാം ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ചെയ്യണം, എഡിറ്റിങ്, ഡബ്ബിങ്, മിക്സിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു എപ്പിസോഡ് ഈ പറഞ്ഞ എമൗണ്ട് നിൽക്കില്ല. അപ്പോൾ എപ്പോഴും സേഫ് എന്ന് പറഞ്ഞാൽ ഒരു വീടെടുത്ത് അതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞ ബഡ്ജറ്റ് വൈസ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് കൂടുതലും ആളുകൾ ടിക്കറ്റ് എടുത്ത് പോയി കാണുന്നൊരു കാര്യമല്ല, നമ്മുടെ വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ ആ വീട്ടിൽ വരുമ്പോൾ ആ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടാവും, അമ്മമാരുണ്ടാവും, ചിലപ്പം മാനസികമായി ഇച്ചിരി ദുർബലരായ ആളുകളുണ്ടാവും. അപ്പം നമുക്ക് അവിടെ അത്രയും കാര്യങ്ങൾ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് വരാത്തത്. അല്ല, എല്ലാവർക്കും ആഗ്രഹമുണ്ട്, നമുക്കൊക്കെ ആഗ്രഹമുണ്ട് മാറി ഒരു ആക്ഷൻ സീക്വൻസുള്ള സംഭവം ചെയ്യണം, നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇപ്പം ഈ അഭിനയിക്കാൻ വരുന്ന എല്ലാവരുടെയും അവസാന ലക്ഷ്യം എന്താണ്? അപ്പോൾ അത് ഡയറക്ടറായാലും റൈറ്ററായാലും ആക്ടറായാലും പ്രൊഡ്യൂസറായാലും എല്ലാവരുടെയും അവസാന ലക്ഷ്യം എന്ന് പറയുന്നത് സിനിമയിൽ വരിക എന്നുള്ളതാണ്, ബിഗ് സ്ക്രീനിൽ വരിക എന്നുള്ളതാണ്. പക്ഷേ ഇത് ചില ആളുകൾ നമ്മളിതിൽ ചുരുങ്ങി നിൽക്കേണ്ടി വരും. ഞങ്ങളും എല്ലാവരും അങ്ങനെ തന്നെ. പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര വയലൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും ഈ ചിലപ്പോ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ തന്നെ ഈ ചെറിയ രീതിയിൽ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്നില്ലേ, സ്കൂളുകളുടെ കഥകള്, കോളേജ് കഥകള്, കുട്ടികളുടെ ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾ പോലും അങ്ങനത്തെയൊക്കെയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ചെറിയ രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിൽ പോലും മാറിയ കഥകൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലേ? ഇനി ബിക്കം ഒരു ഡയറക്ടർ കൂടെയാണ് ദാവി ചേട്ടൻ. അപ്പോൾ ഇനി നല്ലൊരു സീരിയൽ ഡയറക്ഷനിലേക്ക് ദാവി ചേട്ടൻ മാറുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ സാധ്യതയില്ലേ? ഇതിൽ ഒരു പരിധി വരെ എന്ന് പറയുമ്പോൾ നമ്മൾ പുറമേ കാണുന്നവരല്ല, ഇതിനകത്ത് ഇപ്പം ഒരുപാട് സർവേ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്താലാണ് ജനങ്ങൾ കൂടുതൽ കാണുന്നത്? ഇപ്പോൾ സർവേ നമ്മൾ പണ്ട് പറയുന്ന പോലെ ഒരു വേഗമായിട്ട് അങ്ങ് ചെയ്യുമല്ലോ. ഇപ്പം 12 വയസ്സ് വരെയുള്ള കുട്ടികൾ കാണുന്നത് എന്താണ്, അല്ലെങ്കിൽ 20 വയസ്സ് വരെയുള്ളവർ കാണുന്നത് എന്താണ്, 30 വരെ കാണും, അങ്ങനെ. അപ്പം ഇതിനെല്ലാം കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് വരുന്നത്. അപ്പോൾ ചാനലിൻ്റെ തീരുമാനങ്ങളുണ്ട് ഒരുപാട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ
ഒരു കാര്യം ഇപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്താൽ അത് വിൽക്കേണ്ടത് ചാനലാണ്. ചാനലിൽ പോലും അവർക്ക് മാർക്കറ്റിംഗ് ഒരു വിങ്ങുണ്ട്. അവരും ഡിസൈഡ് ചെയ്യും ഇത് ഏതാണ് കൂടുതൽ സെല്ലാവുന്നതെന്ന് അവർ പറയും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ സമയബന്ധമാണ് നമ്മുടെ കാര്യങ്ങൾ. നമ്മൾ ഒരു ദിവസം ഇത്ര എപ്പിസോഡ് കവർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊന്നും പ്രൊഡ്യൂസർക്കൊന്നും കിട്ടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഡിലേ ഉണ്ടാകും. പക്ഷെ നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്യാറുണ്ട്. എപ്പോഴാണെന്ന് അറിയാമോ? നമ്മൾ പൈലറ്റ് എപ്പിസോഡ്സ് എടുക്കുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈമുണ്ട്, അതിനൊരു ബഡ്ജറ്റ് ഉണ്ടാവും. അല്ലാതെ നമുക്കുള്ള ബഡ്ജറ്റിൽ ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ആളുകളുടെ സാലറി ഒക്കെ ഒരു വലിയ വിഷയമാണ്. ബഡ്ജറ്റ് ഒരു വലിയ വിഷയമാണ് സീരിയലിന്. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ സീരിയലിൽ കുറച്ച് മാറ്റമുണ്ട്. എന്നാലും കുറച്ച് മുമ്പൂടെയുള്ള സീരിയലുകളിലൊക്കെ നമ്മുടെ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ ഒരുങ്ങി കുറെ സാരിയൊക്കെ കൊടുത്ത് എല്ലാവരും സീരിയൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ റോട്ടിൽ കൂടെ ആണെങ്കിലും ഒരു ചേച്ചി ഇത്തിരി ഓവറായിട്ട് മേക്കപ്പ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു 2-3 മാല കൂടുതലിട്ടാൽ നമ്മൾ കാണുമ്പോൾ എന്താ സീരിയലിൽ അഭിനയിക്കാൻ പോകുന്നത്, അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കത്തില്ലേ? അപ്പോൾ ബഡ്ജറ്റിന്റെ പ്രശ്നം ഉണ്ടായിരിക്കും. ഈ സ്ത്രീകൾ എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ സീരിയലിലെ സ്ത്രീകൾ സാരി, എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ പിന്നെ സീരിയൽ ലൊക്കേഷനിലെടുത്ത് പോയിട്ട് അവിടെ ആകെ സാരിയും വളയും മാലയൊക്കെ ആയിട്ടൊരു അങ്ങനെയാണോ ശരിക്കും പറഞ്ഞാൽ സീരിയൽ ലൊക്കേഷനിൽ സ്ത്രീകളുടെ ഒരു അവസ്ഥ? അങ്ങനല്ല. നമ്മൾ മിക്കവാറും കഥകൾ പറയുന്നത് എപ്പോഴും ഒരു ഇടത്തരം ഫാമിലി അല്ലെങ്കിൽ ചെറിയൊരു അപ്പർ ക്ലാസ് ഫാമിലി ആയിരിക്കും പറയുന്നത്. അപ്പോൾ അവിടെ ഒരിക്കലും നമ്മൾ ഇപ്പം സ്വതവേ നമ്മളാരും വീട്ടിൽ അങ്ങനത്തെ ഡ്രസ്സ് ചെയ്യാറില്ല. പക്ഷേ ഒരു പരിധിയുള്ള സ്ത്രീ പ്രേക്ഷകരിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ വൈഫൊക്കെ ഇരിക്കുന്നത് കൂടുതലും അവരുടെ വള, മാല, കമ്മൽ, പുതിയ ഡിസൈൻസ് ഒക്കെ അറിയാൻ. ഇപ്പം ഞാൻ പണ്ട് എനിക്ക് ഷോപ്പുണ്ടായിരുന്നു. അപ്പം ആ ഷോപ്പിൽ അന്ന് വരുമായിരുന്ന ആളുകൾ പരസ്പരത്തിൻ്റെ കമ്മലുണ്ടോ, ചന്ദനമഴയുടെ പൊട്ടണ ചോദിച്ചു വരുമായിരുന്നു. അപ്പോൾ സ്ത്രീകളിൽ അല്ലെങ്കിൽ പ്രേക്ഷകരിൽ അത്രത്തോളം ഇൻവോൾവ്മെൻ്റ് അതിന് ഉണ്ട്. അതല്ലാതെ ഒന്ന് ആലോചിച്ച് ചോദിക്കുക, നമ്മളിപ്പോൾ നമുക്കെല്ലാം ഡെയിലി കാണുന്നൊരു ഫ്രെയിമിൽ നമ്മളൊരു ദാരിദ്ര്യം കാണാൻ നമ്മൾ താല്പര്യപ്പെടുന്നുണ്ടോ? ഇല്ല. കാരണം ദാരിദ്ര്യവും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഉള്ള കാര്യമാണ്. നമുക്കില്ലാത്ത സന്തോഷങ്ങൾ അല്ലെങ്കിൽ സമൃദ്ധി, നിറവൊക്കെയാണ്. ഇപ്പോൾ ഇത് എവിടെയെങ്കിലും കാണുന്നത് തന്നെ മനുഷ്യന് തൃപ്തിയാണ്. അപ്പോൾ അത് കാണുന്നതാണ് എപ്പോഴും ജനങ്ങൾക്ക് സന്തോഷം, ഇല്ലേ? നമ്മളിപ്പോൾ ഒരു കോളനി അല്ലെങ്കിൽ ഒരു ആലമ്പ് ഒരു പടം വന്നാലും ഇപ്പുറത്തൊരു ഹൈ ക്ലാസ് അല്ലെങ്കിൽ ഹൈടെക് മൂവി വന്നാൽ നമ്മൾ ഫസ്റ്റ് ഇതിലേ നമ്മൾ വെക്കുള്ളൂ, അല്ലേ? നമ്മൾ അല്ലെങ്കിൽ ഒരുപാട് അഭിപ്രായം കേട്ടാലേ നമ്മൾ അപ്പുറത്തുണ്ട്. നമ്മുടെ കണ്ണിന് കുളിർമ എന്നൊരു സംഭവം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളും ആയുള്ളവരെ കൂടുതൽ അതിനെ സെലക്ട് ചെയ്യുന്നത്. ഈ 3-4 ലൊക്കേഷനിലൊക്കെ മാറി മാറി ഇങ്ങനെ ഷൂട്ട് എടുക്കുമ്പോൾ ഇപ്പോൾ എനിക്കൊന്ന് ട്രിവാൻഡ്രത്തായിരിക്കും ചിലപ്പോൾ ഒരു ഇതിന് വേണ്ടി സ്റ്റേ ചെയ്യുന്നത്, അടുത്ത സീരിയലിന് വേണ്ടിയിട്ട് അടുത്ത സ്ഥലത്തായിരിക്കും ചിലപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മാറി മാറി ഇത്ര ദൂരം ട്രാവൽ ചെയ്യുന്നതും ഇവിടുന്ന് അടുത്ത കോസ്റ്റ്യൂംസ് ആയിട്ട് അടുത്ത സ്ഥലത്ത് ഇങ്ങനെ ക്യാരക്ടർ സ്വിച്ച് ചെയ്യുക, സ്ഥലം ഷിഫ്റ്റ് ചെയ്യുക, ഇതൊക്കെ ഒരു എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്? അതിലൊറ്റ കാര്യമുള്ളൂ, നമുക്ക് അതിനോടുള്ള ആഗ്രഹവും ഇഷ്ടവും മാത്രമാണ്. ബാക്കിയെല്ലാം ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും ഉറക്കം കിട്ടത്തില്ല. കാരണം ഷൂട്ട് 9:30 എന്ന് പറഞ്ഞാലും ചിലപ്പോൾ 9:45, 10 ഒക്കെ പോകും. ചിലപ്പോൾ അത് 1 മണി വരെ പോകും, 2 മണി വരെ പോകും. പക്ഷേ പിറ്റേന്ന് രാവിലെ തന്നെ ഷൂട്ട് ഉണ്ടാവും പലപ്പോഴും. ഉറക്കം കിട്ടത്തില്ല. വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ യാത്രകൾ, ഇന്നിപ്പോൾ ഒരു ലൊക്കേഷൻ ആണെങ്കിൽ നാളെ വേറെ ലൊക്കേഷൻ ആണെങ്കിൽ ഇപ്പം കൊല്ലം ആണെങ്കിലും കൊല്ലത്ത് നിന്ന് നമ്മൾ അന്ന് വൈകിട്ട് ഷൂട്ട് കഴിഞ്ഞ് ഓടി വരണം. പിന്നെ എന്നെയും പോലെയുള്ള ആർട്ടിസ്റ്റുകളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ ഓൺ വോയിസ് ഡബ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഡബ്ബിങ്ങിനുള്ള ടൈം നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പം നമ്മളിപ്പോൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ഞാൻ 2 സീരിയൽ ഡബ് ചെയ്യാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോയി ഡബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങനെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിനെല്ലാം നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. ഇപ്പം എനിക്ക് വേറെ ആൾ ശബ്ദം കൊടുക്കുന്നത് എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മളതിൽ കഷ്ടപ്പെടുന്നത്. പിന്നെ നമ്മളിടുന്ന ചില തിങ്സ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ചില മൂളലുകൾ അതെന്തിനാണെന്ന് നമുക്കേ അറിയുള്ളൂ. ഡബിങ് ആർട്ടിസ്റ്റ് അത് ഒന്നും അവർക്കത് അറിയാൻ പറ്റില്ല. കാരണം അവരെ ക്യാരക്ടർ എന്താണെന്ന് പോലും അറിയാം. ചിലപ്പോൾ വന്ന് ചെയ്യുന്ന ആളുകളുണ്ടാവും. കാരണം അവരും തിരക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെയൊക്കെ ഡബിങ് ആണെങ്കിലും റിസ്ക് എടുത്തിട്ടാണെങ്കിലും ആ ഒരു ക്യാരക്ടറിന്റെ ഭംഗി അതുപോലെ തന്നെ ഓഡിയൻസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡബിങ് ഒക്കെ നമ്മൾ തന്നെ സമയം കണ്ടെത്തി ചെയ്യുന്നത്. കണ്ടിന്യൂസ് ഇപ്പോൾ ഷൂട്ടുള്ള ദിവസങ്ങളിൽ ഞാനിപ്പോൾ ഒരു സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ചിലപ്പോൾ 10 മണി വരെ ഷൂട്ട് പോകുമായിരിക്കും. അപ്പോൾ മറ്റവരെന്നെ വിളിക്കും, ഇന്ന് നമ്മുടെ നാളെ പോകേണ്ട എപ്പിസോഡ് ഡബ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഈ 10 മണി കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് ഇവിടുന്ന് എല്ലാം മേക്കപ്പ് അടിച്ച് നമ്മൾ ചെല്ലുമ്പോൾ 10-10:15 പിന്നെ ഡബ് ചെയ്ത് ഇറങ്ങിറങ്ങും 12:30 ആവും. അപ്പോൾ പക്ഷേ ഇപ്പോൾ അത് സപ്പോസ് സൂര്യയിൽ ഒരു സീരിയലാണ് ചെയ്യുന്നെങ്കിൽ, ഏഷ്യാൻ്റെ സീരിയൽ നമ്മൾ ചെയ്യുന്നെങ്കിൽ ഇവർക്ക് രാവിലെ നമ്മളെ കിട്ടണം. രാവിലെ അവരും ചാറ്റ് വെച്ചേക്കുമല്ലേ, നമ്മൾ ഉറങ്ങിയില്ലെന്ന് അവർക്ക് അറിയണ്ട. നമ്മൾ രാവിലെ അവിടെ എത്തിയിരിക്കണം. അപ്പോൾ അത് കഷ്ടപ്പാടുണ്ടെന്ന് വെച്ചാൽ നല്ല കഷ്ടപ്പാടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ഇത്രേ ഇഷ്ടപ്പെട്ട് ഇടുന്ന കാര്യം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഓഡിയൻസിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ റിസ്ക് എടുത്ത് അവരിലേക്ക് എത്തിക്കുമ്പോൾ നെഗറ്റീവ് റോളുകൾ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും ഇതൊക്കെ അഭിനയമാണ് എന്ന് നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാർ പോലും അറിയാമെങ്കിൽ കൂടെ വന്നിട്ട് നല്ല തെറി പറയുന്നുണ്ട്. സീരിയസ്ലി ഞാൻ ഇന്ന് 2-3 റീൽസ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കിനും ഇവൻ എന്തൊരു എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. ആക്ടിങ് ആണെന്ന് അറിയാമെങ്കിൽ കൂടെ നമ്മളെ തെറി വിളിക്കും. പുറമേന്ന് കാണുമ്പോൾ എനിക്കൊന്നും അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന അമ്മമാരൊക്കെ ഉണ്ടാവും അല്ലേ? ചിലപ്പോൾ കാണുമ്പോൾ നമ്മളെ
അപ്പൊ എങ്ങനെയാണ് ഒരു ഫീലിങ്സ് എങ്ങനെയാണ് കേൾക്കുമ്പോ? നമ്മളുടെ ഫാമിലി തന്നെ അങ്ങനെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, നീ ഇച്ചിരി ഓവർ ആവുന്നുണ്ട് കേട്ടോ, നീ അതിൻ്റെ ആവശ്യമില്ല നിനക്ക്, അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയും. പക്ഷെ അവർ റിയലി നമ്മൾ ആരാണെന്ന് അവർക്ക് അറിയാമല്ലോ, നമ്മളെ പൊതുവെ നമ്മൾ ഇടപെടുമ്പോൾ എങ്ങനെയാണെന്ന് അവർക്ക് അറിയാം. പിന്നെ നമുക്കും ചിലപ്പോൾ പല കാര്യങ്ങൾ, എനിക്കൊന്നത് ഈ കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ നല്ല പ്രായമുള്ളവരോടൊക്കെ മോശമായിട്ട് പെരുമാറുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ചില കാര്യം സീരിയലിൽ അങ്ങനെ ചെയ്യേണ്ടി വരും, നമുക്കതിന് വിഷമം തോന്നാറുണ്ട്, അത്രയും നമ്മൾ പറയണോ ചെയ്യണോ എന്നൊക്കെ. പക്ഷെ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അത് നമ്മുടെ തൊഴിൽ, നമ്മുടെ തൊഴിലാണത്. അപ്പോൾ ആ തൊഴിൽ നമ്മൾ ചെയ്യാന്നുള്ളത്. നമ്മളിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ സമയങ്ങളും നമ്മൾ അവരോട് ഏറ്റവും ഫ്രണ്ട്ലി ആയിരിക്കും. ഇപ്പം ഞാൻ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന മോളായിട്ട് അഭിനയിക്കുന്ന, നമ്മുടെ ഇഷ്ടമാത്രത്തിൽ അഭിനയിക്കുന്ന അവൾ നമ്മളോട് പെരുമാറുന്ന ഒരു ഗുണ്ടയെ പോലാണ് അവൾ പെരുമാറുന്നത്. അവളൊരു ഗുണ്ടയും നമ്മളൊരു പാവമായിട്ടാണ്. അവൾ നമ്മുടെ എന്തെങ്കിലും പിടിച്ചു പറിച്ചുകൊണ്ട് പോകും. എന്നാൽ അവൾ ഭയങ്കര സ്നേഹമുള്ള ആളാണ്. നമുക്ക് കൊണ്ട് അവൾ ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കൊണ്ട് തരുകയൊക്കെ ചെയ്യും. അത്രയും ഫ്രണ്ട്ലിയാണ് ഞങ്ങൾ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സീക്വൻസ് എടുത്താൽ പോലും നമ്മൾ അതിൻ്റെ പുറകെ ഒരു തമാശ പറയും, നമുക്കൊരു വിഷമം അത്. അപ്പോൾ ഞങ്ങൾ തമാശ പറയും, ഞാൻ അവൾ ഭയങ്കര ഇതായിട്ടൊക്കെ പോകും. അങ്ങനെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സന്തോഷമാണ് ഇതെല്ലാം. ക്യാരക്ടറിനെ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണല്ലോ നമ്മളൊരു ദുഷ്ടനായിട്ട് അവർക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്നത് അത് അവരിലേക്ക് എത്തുന്നതുകൊണ്ടാണല്ലോ അവർക്ക് അത്രയും ഡീപ്പായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സന്തോഷമാണ്. പിന്നെ ആൾക്കാർക്ക് സീരിയൽ കാണുന്ന സമയത്ത് ഇപ്പൊ ഒരു സീരിയലിൽ നമ്മളിപ്പോ വില്ലനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പൊ ഏഷ്യാനിൽ തന്നെ ഇപ്പൊ ഊർമിള ദേവി ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അമൃത എന്ന് പറഞ്ഞാൽ ഭയങ്കര പാവമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അറ്റ് ദി സെയിം ടൈം അവർ വേറെ സീരിയൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഒറിജിനൽ പേര് പോലും ചിലപ്പോൾ ജനങ്ങൾ ഓർത്തു നിർത്തില്ല, അയ്യോ അമൃത, അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു സീരിയലിൽ ഒരേ സമയം പാവമായിട്ട്, ഒരു സീരിയലിൽ ഭയങ്കരനായിട്ട്, ഒരു സീരിയലിൽ ഹീറോയുടെ ഫ്രണ്ടായിട്ട്, അങ്ങനെ ഒരേ സമയം ജനങ്ങളിലേക്ക് പല മുഖങ്ങളിലേക്ക് എത്തുമ്പോൾ അത് സത്യം പറഞ്ഞാൽ ഒരു റിസ്ക് അല്ലേ? കാരണം ഞാൻ ചെയ്യുന്നത് അത്രത്തോളം ഞാൻ റിസ്ക് എടുത്ത് അവതരിപ്പിച്ചാലല്ലേ ആൾക്കാർക്ക് അപ്പൊ അത് ഫീൽ ചെയ്യിപ്പിക്കാൻ എനിക്ക് പറ്റുള്ളൂ. കാരണം ഞാൻ ഇവിടെ ദുഷ്ടത്തരം കാണിക്കുമ്പോൾ എന്നെ ഒരു ദുഷ്ടനായിട്ട് ആൾക്കാർ ചിന്തിക്കണമെങ്കിൽ ഞാൻ അപ്പുറത്തൊരു പാവമായിട്ട് അവരുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഭയങ്കര ചലഞ്ചിങ് അല്ലേ സത്യം പറഞ്ഞത്? ഒന്നാമത് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ബോധമില്ലാത്ത ഒരാളാണ്. അതെന്ന് വെച്ചാൽ നമുക്ക് ചെല്ലുമ്പോൾ എന്താണോ അവർ പറയുന്നത് അതങ്ങ് ചെയ്യാന്നേ ഉള്ളൂ. പിന്നെന്താണെന്ന് വെച്ചാൽ ആ പർട്ടിക്കുലർ സീരിയൽ കാണുന്ന ആളുകൾക്ക് അതിനെ വെച്ചിട്ടുള്ള ഒരു റിയാക്ഷനായിരിക്കും നമ്മളോടുണ്ടാവുന്നത്. ഇപ്പോൾ ഞാൻ അമ്മ അറിയാവുന്നൊരു സീരിയൽ ഏഷ്യാനിൽ ചെയ്യുന്നപ്പോൾ എവിടെ ചെന്നാലും ആൾക്കാർക്ക് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര നിഷ്കളങ്കനായ കൂട്ടുകാരന് വേണ്ടി മരിക്കാൻ നടക്കുന്നൊരു ഇതായിരുന്നു. അതേ സമയത്തിന് മിസ്സസ് ഹിറ്റ്ലറിലെ അവിനാഷ് എന്ന് പറയുന്നതിനകത്ത് പറയും, ഓ വീട്ടിൽ കയറ്റാൻ കൂടുതൽ ഭയങ്കര ഇഷ്ടമാണ് നീ എന്നാ പറയും. അത് അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഇപ്പം ഞാൻ ചെയ്ത വാത്സല്യം ഇപ്പോൾ അവരത് പറയാറുണ്ട്, ജഗദീഷേട്ടൻ ഒന്ന് വന്നാൽ മതി ഞങ്ങൾ ആഗ്രഹിക്കും. ഇപ്പം അതിൽ വീട്ടിൽ അച്ഛനോടും അമ്മയോടും ഏറ്റവും കമ്മിറ്റ്മെൻ്റ് ഉള്ള അല്ലെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണത്. അപ്പോൾ ആ ഒരു ഇഷ്ടം കിട്ടും. പക്ഷെ അപ്പുറത്ത് ഇഷ്ടമാതിരി ആൾക്കാർ പറയാറുണ്ട് ഭയങ്കര മോശം പറയാറുണ്ട്. അത് നമ്മുടെ ഒരു ഭാഗ്യമല്ലേ, അത് മൂന്നായിട്ട് ഫീൽ ചെയ്യാം, ഒന്നും ചെയ്യുന്നത് മൂന്നായിട്ട് ഫീൽ ചെയ്യാന്നുള്ളത് ഒരു ഭാഗ്യമാണ്. അപ്പൊ ചേട്ടൻ ഇപ്പോ സീരിയലിലാണെങ്കിലും ഇപ്പൊ പറഞ്ഞു നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരോട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് അപ്പനും അമ്മയോടൊക്കെ മോശമായിട്ട് പെരുമാറുന്ന കാണുന്ന, അല്ലെങ്കിൽ അങ്ങനെ പെരുമാറേണ്ട വരുമ്പോൾ ഇച്ചിരി പെയിൻ ഉള്ളത്, ആക്ടിങ്ങിൽ പോലും ആ ഒരു പെയിൻ ഫീൽ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ചേട്ടൻ്റെ അമ്മേനെ പറ്റിയാണെങ്കിലും റീസെന്റ് ചേട്ടൻ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞില്ല, അത്രത്തോളം ഭയങ്കര ഇഷ്ടമുള്ളൊരു മോനാണ്. അപ്പൊ ഇന്നത്തെ സൊസൈറ്റിയിൽ എടുത്തു നോക്കിയാൽ മെജോറിറ്റി ആൾക്കാർ നമ്മൾ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞതുപോലെ അമ്മ അച്ഛന് എന്താണ്, നമ്മൾക്ക് പുറത്ത് ആരൊക്കെ ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു പ്രഷ്യസ്നെസ് എന്താണെന്ന് കൂടെ ഉള്ളപ്പോൾ അറിയാത്ത ആൾക്കാരാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ള പലരും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് ഇത് എത്രത്തോളം വാല്യുബിൾ ആണ് അമ്മ എന്ന പേരിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചേട്ടൻ എങ്ങനെയായിരിക്കും ഇപ്പോഴത്തെ ജനറേഷനോട് പറയാം? അമ്മ അച്ഛൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് മുകളിലുള്ളൊരു തണലാണ്. അത് മാറിക്കഴിയുമ്പോൾ നമ്മൾ ഈ വെയിലും മഴയെല്ലാം ഏൽക്കേണ്ടി വരും. മറ്റേതെല്ലാം അവരാ കൊള്ളുന്നത്, നമ്മളൊന്നും അറിയണ്ട. നമുക്ക് മേളിലുള്ള ഒരു മേൽക്കൂര എന്ന് വേണേൽ പറയാം, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതെല്ലാം വരുമ്പോൾ എപ്പോഴും അത് അല്ലേ തന്നെ നമ്മൾ ഈ മരണത്തിലേക്ക് എഴുതി വെക്കാറില്ല, ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന പോലെ. ആ മേൽക്കൂര പോയി കഴിഞ്ഞാൽ അടുത്ത മേൽക്കൂര നമ്മളാണ്. ഇതെല്ലാം നമ്മൾ അനുഭവിക്കുകയും ചെയ്യണം. അടുത്തത് പോകാനുള്ളത് നമ്മൾ തന്നെയാണ്. നമ്മൾക്ക് വേണ്ടി ഇപ്പം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തും ത്യജിക്കാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ അതുപോലെ നമുക്കിനി ഒരു അതായത് എനിക്ക് വേണ്ട എല്ലാം അവർക്ക് എന്ന് പറയാൻ അച്ഛനും അമ്മയ്ക്കേ പറ്റുള്ളൂ. വേറൊരാളങ്ങനെ പറയുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ പുറത്തുനിന്നാണ് ശരിയാണ് കേട്ടോ. കാരണം പുറത്തുനിന്നാണെങ്കിലും നമുക്ക് എത്ര അടുത്ത ബന്ധമാണ്, എത്ര അടുത്ത സുഹൃത്താണ്, ഈ ഭർത്താവ് ആയിക്കോട്ടെ, ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് തരം ബന്ധമാണെന്ന് പറഞ്ഞാലും നമ്മുടെ പാരൻസ് അവരുടെ ലൈഫ് വെച്ചിട്ടാണെങ്കിൽ പോലും നമ്മൾ സേഫ് ആയിട്ടിരിക്കണം, എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, എന്റെ മക്കള് സേഫ് ആയിട്ടിരിക്കണം എന്ന് പറയുന്ന ഒരു ബന്ധം ഈ ഭൂമിയിൽ, അങ്ങനെ ഒരു ബന്ധം പാരന്റ്സിന് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഭയങ്കര പ്യുവർ ആയിട്ടുള്ള ഒരു തിങ്കാണ്, തോട്ടാണ്, അതൊരു ഫാക്ട് ആണ് ആക്ച്വലി. വേറെ ഒരു ബന്ധങ്ങളും അവരവരുടെ ജീവൻ വെച്ചിട്ട് പറയും ചങ്കാണ്,
അങ്ങനെയാണ്, ഡയലോഗിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? നമ്മൾ തന്നെ അറിയാതെ നമ്മൾ മാറ്റം വരും. ഇപ്പം ഞാൻ പറയാം, ഞാൻ എപ്പോഴും ഉറക്കത്തിൽ ബോധമില്ലാത്ത ഒരാളായിരുന്നു. ഞാൻ നല്ല ഹൈറ്റുള്ള കട്ടിലേന്ന് നിലത്ത് വീണിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉറങ്ങിക്കൊണ്ട നാളാണ് ഞാൻ. പക്ഷെ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുണ്ടായ സമയത്ത് ഉണ്ടായ ശേഷം ഉറക്കത്തിൽ അവരനങ്ങിയാൽ ഞാൻ പറയും. അത് നമ്മൾ ആരും ചെയ്യുന്നില്ല, അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ മാറും ശരിക്കും പറഞ്ഞാൽ. പിന്നെ അതുപോലെ ചില ഇഷ്ടങ്ങൾ നമ്മൾ ഒരിക്കലും ഒഴിവാക്കില്ല, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒഴിവാക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം, ചെറിയ കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു ഡയറ്റൊക്കെ ചെയ്ത സമയത്ത് ഞാനാകെ മുട്ട മാത്രം കഴിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ഫുഡെല്ലാം കഴിഞ്ഞ സമയത്ത് അത് മാത്രമുള്ളൂ വീട്ടിൽ, വേറെ ഒന്നുമില്ല. എനിക്കുള്ള ഭക്ഷണം മാത്രം മാറ്റി വെച്ചേക്കും. അപ്പോൾ ഞാനത് കഴിക്കാൻ വന്ന് വിശന്നാണ് വരുന്നത്. വർക്കൗട്ടെല്ലാം കഴിഞ്ഞാൽ അത് കഴിക്കാൻ വന്ന സമയത്ത് എൻ്റെ രണ്ടാമത്തെ മോൻ ഹായ് മുട്ട എന്ന് പറഞ്ഞ് നല്ല വിശപ്പുണ്ട്. പക്ഷെ ഞാനപ്പോൾ അറിയാതെ ചോദിച്ചത് പൊന്നത് ഇഷ്ടമാണോ എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞു അത് കഴിച്ചു. അപ്പോൾ വൈഫ് പറഞ്ഞേ ഇപ്പോൾ അത് ആകെ അപ്പനത് കഴിക്കാനുള്ളതെന്ന് പറഞ്ഞ് വെള്ളം വെച്ചു. ഞാൻ പറഞ്ഞേ അവൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ വേറെ ആക്കണം നമ്മൾ ചെയ്യുമോ? ഇല്ല. നമുക്കപ്പോൾ വിശപ്പ് മുന്നേ നിൽക്കും, പക്ഷെ ഇവിടെ നമുക്ക് വിശപ്പ് മുന്നേ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ദൈവം അങ്ങനെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ദൈവികത്വം അച്ഛനും അമ്മയാകുമ്പം ഉണ്ടാവും ആളുകളിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് അവർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്ന ദൈവം അവരല്ലേ, ബാക്കിയാണ് നമ്മുടെ വിശ്വാസങ്ങളാണല്ലേ. ഇപ്പോൾ അമ്പലങ്ങളുണ്ടെന്നും പള്ളികളുണ്ടെന്നും പറഞ്ഞൊക്കെ നമ്മുടെ വിശ്വാസങ്ങളാണ്. നമ്മൾ ഓരോരോ ആശ്രമങ്ങളുണ്ടെന്ന് പറഞ്ഞൊക്കെ നമ്മുടെ വിശ്വാസങ്ങളാണ്. നമ്മൾ മുന്നിൽ കാണുന്ന ഇവരെ മാത്രമേ ഉള്ളൂ. ദൈവം എന്ന് പറയുന്നതിന്റെ ഡെഫിനേഷൻ എന്താണ്? നമ്മൾ ചോദിക്കുന്നതിനെല്ലാം നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് തരുന്ന ആള്, നമ്മൾ വിഷമത്തിൽ ഇരിക്കുമ്പോൾ നമ്മളെ സമാധാനിപ്പിക്കുന്ന ആള്, നമ്മൾ തളർന്നിരിക്കുമ്പോൾ നമ്മളെ താങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഉയർത്തെണീക്കാനുള്ളത് തരുന്നത്. ഇതൊക്കെ ആരാണ് തരുന്നത്? നമ്മുടെ അച്ഛനും അമ്മയാണ് നമുക്ക് തരുന്നത് അല്ലേ. നീ അതൊന്നും വിഷമിക്കണ്ട, നിനക്ക് ഞങ്ങളുണ്ട്, ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയുന്ന കൂടുതൽ ആരാണ്? സീരിയസ്ലി പാരന്റ്സ് ആണ് അല്ലേ. നമുക്കെതിരെ ഒരു അമേരിക്കൻ സൈന്യം മുഴുവൻ വന്നാലും നമ്മുടെ അമ്മ എന്താ പറയുന്നത്? നീ വിഷമിക്കുക, അമ്മയല്ലേ കൂടെ എന്ന് പറയും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കറിയാം, പക്ഷേ അമ്മയുടെ തണലിൽ നിൽക്കുന്ന ഒരു സുഖം അല്ലെങ്കിൽ ഒരു സേഫ്റ്റി നമുക്ക് ഒരിക്കലും കിട്ടില്ല. അതെല്ലാവരും ഇപ്പോൾ കേൾക്കുന്ന എല്ലാവർക്കും അതറിയാം. അത്രേ ഉള്ളൂ. നമ്മൾ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും നമ്മുടെ അമ്മയെ വിളിച്ച് പറയുക, അല്ലെ അപ്പനെ വിളിച്ച് പറയുമ്പോൾ നീ അതിലോട്ടിരിക്കുക എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം. നമുക്കറിയാം അവർ ചിലപ്പോൾ ദുർബലരായിരിക്കാം ശാരീരിക ഇത് വെച്ചിട്ട്, എങ്കിൽ പോലും അവരിത് പറയുമ്പോൾ ഒരു നമുക്കറിയാം, കാരണം അവരുടെ ജീവൻ പോയിട്ട് നമ്മൾ എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ, അവരങ്ങനെ ചെയ്യുള്ളൂ. ഇപ്പൊ ചേട്ടൻ സിനിമയിലോട്ടൊക്കെ എന്താണ്, സിനിമയിലുള്ള ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെയാണ്? എനിക്കൊന്ന് 2021 ആണ് ലാസ്റ്റ് ഒരു മൂവി എന്തോ ചെയ്തത്. അപ്പൊ സിനിമയിലേക്ക് എന്താണ് ഇനി നോക്കുന്നില്ലേ, അതോ റോൾസ് എന്തെങ്കിലും? സിനിമ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കുടുംബമായി, കുഞ്ഞുങ്ങളായി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഇതിനോട് മാറ്റി വെക്കാനുള്ള സമയമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു സീരിയലിനെക്കാട്ടിലും കുറച്ചുകൂടെ സമയം ബാലൻസ് ചെയ്യാൻ സിനിമയല്ലേ. കാരണം സീരിയൽ നമ്മൾ ഒത്തിരി വർഷങ്ങള്, ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഒരേ സമയം 2-3 സീരിയലൊക്കെ ചെയ്യുമ്പോൾ ഇന്നൊരു ദിവസം ഒരു ലൊക്കേഷനിലാണെങ്കിൽ നാളെ അടുത്ത ലൊക്കേഷനിൽ ഇങ്ങനെ ഓടി നടന്ന് അതിന്റെ ഇടയ്ക്ക് ഡബിങ് ഒക്കെ ചെയ്യുമ്പോൾ സിനിമ കുറച്ചും കൂടി ഈസി അല്ലേ എനിക്ക് തോന്നുന്നു. അല്ല, സിനിമ ഈസിയാണ്, സിനിമയിലുള്ള എൻട്രി ഭയങ്കര പാടാണ് നമുക്ക്. ഓൾറെഡി സിനിമയിലുള്ള ആളുകൾ സീരിയലുകാരെ ഒരിത്തിരി ഇതായിട്ടാണ് വെച്ചേക്കുന്നത്, വെച്ച് ഡൗൺ ആയിട്ടാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു ദിവസം ഒരു 12 സീൻ അഭിനയിക്കാൻ ഒരു ഫിലിം ആർട്ടിസ്റ്റിനും പറ്റൂല. അവരൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ 3 ദിവസം മുമ്പേ സ്ക്രിപ്റ്റ് കിട്ടി, അല്ലെങ്കിൽ അവർക്ക് 5 മണിക്കൂർ അവരിരുന്ന് ക്യാരവാനിലിരുന്ന് അവർ പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. നമ്മളൊന്നും അങ്ങനെയല്ല. നമ്മൾ ചെന്ന പാടെ ഒറ്റവട്ടം സീൻ വായിക്കുക, അപ്പോൾ തന്നെ നമ്മൾ ആ സീൻ ചെയ്യുകയാണ്. അപ്പം നമുക്കൊരു കുറച്ചേലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ബെസ്റ്റ് ആക്ടേഴ്സ് തന്നെയാണ് എല്ലാവരും സീരിയൽ ആർട്ടിസ്റ്റുകൾ. പിന്നെ നമ്മൾ ചെറിയ ഒരു മീഡിയയിലായി പോയതുകൊണ്ട്, അല്ലെങ്കിൽ ടി വി എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ക്രീൻ ചെറുതായതുകൊണ്ടാണ് ആ ഒരു ഇതുണ്ടാകുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് കയറി ചെല്ലാൻ പാടാണ്. ഇപ്പോൾ സീരിയലിൽ അഭിനയിച്ച് പോയ ഏത് ആർട്ടിസ്റ്റാണ് മോശമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ അനൂപ് മേനോൻ അല്ലെങ്കിൽ സുരേഷ് കൃഷ്ണ, ഇവരെല്ലാം സീരിയലിൽ നിന്ന് പോയവരാണ്. അവരിൽ ആരാണ് മോശം? ലെന, എല്ലാം ടോപ്പ് പെർഫോമേഴ്സാണ്. സീരിയലിൽ നിന്ന് പോയി ആരും മോശമായിട്ട് പെർഫോം ചെയ്തിട്ടില്ല. എങ്കിൽ സിനിമയിൽ നിന്ന് വന്ന ഒരുപാട് പേർക്ക് സീരിയലിൽ പിടിച്ചിരിക്കാൻ പറ്റാതെ പക്ഷെ പറയുമ്പോൾ സീരിയൽ അങ്ങനെ പറയുള്ളൂ. പക്ഷെ അപ്പം ഞാൻ പറഞ്ഞത്, അപ്പോൾ അതിന് ഒരുപാട് സമയം വേണം നമുക്ക് സിനിമയിലെ ഒരു കാര്യങ്ങൾ. പിന്നെ സിനിമയുടെ ഷൂട്ട് 10-40 ദിവസം എടുക്കും. ചിലപ്പോൾ 10 ദിവസം നമ്മൾ പോയി കിടന്നാൽ 3 ദിവസമായിരിക്കും ഷൂട്ട് ഉണ്ടാവുന്നത്. സീരിയൽ അങ്ങനെയല്ല, കറക്റ്റായിട്ടുള്ള ചാർട്ടായിരിക്കും. ഇപ്പോൾ കറക്റ്റായിട്ട് ചെയ്തു പോകുന്നുണ്ട്. ഇത്തിരി സമയം ബാക്കിയുണ്ടെങ്കിൽ ഒരു ഷോട്ടും കൂടെ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ സീരിയലിൽ. അത്രേ ഉള്ളൂ. ഇപ്പൊ ചേട്ടന്റെ ഷോർട്ട് ഫിലിം ആണെങ്കിൽ അഗാമി എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിരുന്നു. ഇപ്പൊ ചേട്ടൻ എനിക്ക് സിനിമയിലോട്ട് എത്തണം, അല്ലെങ്കിൽ അതൊക്കെ ഒരു ആഗ്രഹമാണ്. തീർച്ചയായിട്ടും സീരിയൽ ആർട്ടിസ്റ്റുകളുടെ ആഗ്രഹമായിരിക്കും. പക്ഷേ ചേട്ടനെ പോലെ തന്നെ ചേട്ടന്റെ വളർച്ചയും ചേട്ടന്റെ അപ്ഡേഷനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി നല്ല സഹപ്രവർത്തകരുണ്ട്. ഒത്തിരി പേര് അന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേട്ടന്റെ ക്ലോസ് സർക്കിലുള്ള ആൾക്കാര് ഇനി നല്ല നിലയിലേക്ക് എത്തുക, നല്ല ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു ചേട്ടൻ. അല്ല, നമ്മളിപ്പോൾ പൊതുവെ മനുഷ്യർക്കെല്ലാം നമ്മുടെ സൗഹൃദങ്ങളാണ്, കൂട്ടുകാരാണ്, രക്ഷപ്പെടുന്ന ഇഷ്ടമുള്ള ആൾക്കാരാണ്. എന്നെ സംബന്ധിച്ച് ഞാനങ്ങനെ ചിന്തിക്കുന്നതാണ്, നമ്മുടെ കൂടെ വളരെ രക്ഷപ്പെട്ടാൽ നാളെ നമുക്കും അഭിമാനത്തോടെ പറയാം, അല്ലേ?
പിന്നെ ഞാനിപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ എന്നോട് അവസരങ്ങൾ കാര്യം ചോദിച്ചാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഫോട്ടോ അയക്കും, ഞാനത് അപ്പോൾ തന്നെ കൺട്രോളേഴ്സിനും ഡയറക്ടേഴ്സിനും അയക്കാറുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരാൾക്ക് അവസരം നീട്ടിയാൽ നാളെ എനിക്കൊരു അവസരം വേറെ ആളും നീട്ടും. ഇപ്പം ഞാൻ ഇവരെ ബ്ലോക്ക് ചെയ്താൽ ഞാൻ ചിലപ്പോൾ സിനിമയിൽ ആഗ്രഹിക്കുന്നത് എന്നെ ആ സിനിമയിൽ ആരെങ്കിലും ബ്ലോക്ക് ചെയ്യും. തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് നമ്മുടെ കാര്യങ്ങൾ. പിന്നെ ചേട്ടന്റെ ഒരു ഈ ഷോർട്ട് ഫിലിം ഞാനിങ്ങനെ ഒരു ട്രെയിലർ കണ്ടപ്പോഴത്തേക്കിനും ഇരുളിൽ നടക്കുന്നവന് സ്വന്തമായിട്ടൊരു നിഴല് പോലും ഉണ്ടാകത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മാസ് ഡയലോഗ് ചേട്ടൻ തന്നെ എഴുതിയതാണ്. എങ്ങനെയാണ് ഇങ്ങനത്തെ മാസ് ഡയലോഗ് റൈറ്റിംഗിലേക്കൊക്കെ പോകുന്നത്? ആ ആക്ടറിൽ നിന്ന് ഡയറക്ടറിലേക്ക് മാറും, റൈറ്ററിലേക്ക് മാറുമ്പോൾ കിട്ടില്ലെന്നൊരു ഡയലോഗാണത്. ആ ഒരു ഇന്റൻഷൻ എന്തായിരുന്നു? അതൊക്കെ അങ്ങനെ അറിയാതെ അങ്ങ് വന്നതാണ്. നമ്മൾ ആ സമയത്ത് ഒന്നത് ഞാൻ ആ ഷോർട്ട് ഫിലിം ചെയ്ത് ഒരു രാത്രി ഒരു പകലും കൊണ്ടാണ്, ഒരു 24 മണിക്കൂർ കൊണ്ട് ചെയ്ത ഷോർട്ട് ഫിലിമാണത്. ഒരു രാത്രി ഒരു പകൽ കൊണ്ട് ചെയ്തതാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് അപ്പം ഇരുന്ന് എഴുതിയാണ്. കാരണം ഞാനൊരു ഇങ്ങനെ കഥ പറഞ്ഞ സമയത്ത് ചെയ്യുന്ന ആൾ പെട്ടെന്ന് പറഞ്ഞു നമുക്കെന്നാൽ ഒരു വെള്ളിയാഴ്ച ആണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ തിങ്കളാഴ്ച പുള്ളിയുടെ കഥ പറയുന്നു. അപ്പോൾ ചൊവ്വാഴ്ച ഞാൻ ക്യാമറ ബാക്കി കേരളമൊക്കെ വിളിച്ച് അറേഞ്ച് ചെയ്യുന്നു. ബുധനാഴ്ച ഞങ്ങൾ പോയി ലൊക്കേഷൻ കാണുന്നു. വ്യാഴാഴ്ച അവിടെ പോകുന്നു. വ്യാഴാഴ്ച ഷൂട്ട് ചെയ്യുന്നു. വെള്ളിയാഴ്ച പുള്ളിക്ക് പോകണം. വ്യാഴാഴ്ച ഷൂട്ട് ചെയ്യുന്നു. ഒരു രാത്രി ഒരു പകലും. അതായത് ഒരു വീട്ടിൽ ഞങ്ങൾ ഡേ ടൈമിൽ ഞങ്ങൾ ഔട്ട്ഡോർ ചെയ്തു. നൈറ്റിൽ ആ വീട്ടിൽ കയറി പിറ്റേന്ന് രാവിലെയാണ് അവിടെ നടക്കുന്നത്. രാവിലെ 7-8 മണിക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഷൂട്ട് ചെയ്ത് തരും. അപ്പോൾ അപ്പം ഇരുന്ന് എഴുതിയാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ദൈവം തോന്നിപ്പിച്ച കാര്യങ്ങളാണ് അതൊക്കെ. പ്രത്യേകിച്ചൊരു കാര്യമില്ല. അപ്പോൾ ഒരു ടൈറ്റിൽ വേണം അല്ലെങ്കിൽ ഒരു പ്രൊമോയ്ക്ക് ഒരു ഡയലോഗ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അപ്പോഴേക്കും ഒന്ന് എഴുതുന്നതാണ്. ഒരു മനുഷ്യന് ഇത്ര കാര്യങ്ങളുണ്ട്, പേഴ്സണൽ ലൈഫുണ്ട്, ഫാമിലി ലൈഫുണ്ട്, സ്വകാര്യ ജീവിതമുണ്ട്, ആരും അറിയാത്ത എല്ലാവർക്കും ഇല്ലേ. അപ്പോൾ നോക്കാനുള്ള എനിക്കാണെങ്കിൽ നമ്മൾ ഒരാളോട് ഷെയർ ചെയ്യാത്ത ഒരുപാട് വിഷമങ്ങൾ അല്ലെങ്കിൽ പല കാലം നമ്മൾക്കുണ്ടാവും, നമുക്കൊരു തെറ്റുകളുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊന്ന് എഴുതിയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇരുളിൽ നടക്കാന്ന് പറഞ്ഞാൽ ആരെയും ഒന്നും അറിയിക്കാൻ നടക്കുന്ന ഒരാളെ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. ഒരു വിഷമം പറഞ്ഞാലേ ഒരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും ചേട്ടൻ ഇപ്പൊ സംസാരിക്കുന്നത് കേട്ടാലും ചേട്ടന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇതെല്ലാം വെച്ച് നോക്കിയാലും ആകെ ഒരു പാവം, എല്ലാവർക്കും നല്ലത് വരണം, എന്നെ കൊണ്ടാവുന്ന നല്ലത് മറ്റുള്ളവർക്ക് ചെയ്യണം, അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ സ്ട്രെസ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് നമുക്കും ദേഷ്യം വരില്ലേ? അങ്ങനെ ദേഷ്യം ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ടോ? ഞാൻ നേരത്തെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുമായിരുന്നു. എനിക്ക് മുൻകോപിയായിരുന്നു. ഭയങ്കര പെട്ടെന്ന് എനിക്ക് ഷോർട്ട് ടെമ്പറായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായ ഓരോ ഘട്ടം അനുസരിച്ച് എൻ്റെ ദേഷ്യമെല്ലാം പോയി. നമ്മൾ ഓട്ടോമാറ്റിക്കലി അതങ്ങനെ മാറും. എനിക്കിപ്പോൾ അങ്ങനെ ദേഷ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പൊട്ടിത്തെറിക്കേണ്ട അവസരങ്ങളില്ല. ഞാൻ കഴിവും ചിരിച്ചു വിടുകയുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമുക്ക് ദേഷ്യപ്പെടാം അല്ലെങ്കിൽ നമുക്ക് ചൂടാവാം. അങ്ങനെ ഒരാളെ നാളെ നമുക്ക് കാണാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഈവൻ അവർ മരണപ്പെട്ടു പോയാൽ പിന്നെ നമുക്കൊരിക്കലും ആ വിഷമം നമ്മുടെ മനസ്സിൽ നിന്ന് മാറത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ കഴിവതും അങ്ങനെ. ഇപ്പം മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വെച്ചിട്ട് ആരുടെ കാര്യത്തിൽ ഉറപ്പില്ല. 30 വയസ്സ് കഴിഞ്ഞാൽ എപ്പോൾ പോകുമെന്ന് പറയാൻ പറ്റില്ല. അതാണ് കാരണം ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കാത്തവർ അല്ലെങ്കിൽ സിഗരറ്റ് കണ്ടിട്ട് പോലില്ലാത്ത ആൾക്കാരൊക്കെയാണ് മരിച്ചു പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആക്സിഡൻറ്റ്സ് കൂടുന്നു. അതുകൊണ്ട് കഴിവതും നാളെ ഞാനില്ലാതെ വന്നാലും അവരില്ലാതെ വന്നാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചിന്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ വൈരാഗ്യം, ദേഷ്യം നാളെ ഇല്ലെങ്കിലോ ഇവരല്ലേ. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ വലുതാക്കി കാണുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ഇത്ര ദൂരം ഓടി വന്നു, ഡ്രൈവ് ചെയ്ത് വന്നിട്ട് എന്തെങ്കിലും ഡിലേ വരുമ്പോൾ ഞാൻ ചൂടാകുമ്പോൾ ഞാൻ ആ ഇത്രയും ദൂരം വന്നതല്ലെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ്. ഇവിടം വരെ എനിക്ക് എത്താൻ പറ്റുമല്ലോ എന്ന് ഓർത്താൽ പ്രശ്നമില്ല. ഇല്ലേ, വരുന്ന വരവിനകത്ത് ഞാൻ ഒരു ആക്സിഡന്റ് തീർന്ന പരിപാടി കഴിഞ്ഞല്ലേ. ഒരിക്കലും നമുക്ക് പറ്റില്ല. നമ്മളിവിടെ എത്താൻ പറ്റുമല്ലോ എന്നുള്ളത് തന്നെയാണ് വലിയ സന്തോഷം. ഇപ്പം നിങ്ങളെ കാണാൻ പറ്റുക, ശരിക്കും ഭൂമിയിൽ എത്ര കോടീശ്വരനായാലും ദൈവം സൃഷ്ടിച്ച ലോകം മുഴുവൻ കണ്ടു തീർക്കാൻ പറ്റുമോ? കണ്ടു തീർക്കാൻ പറ്റില്ല അല്ലേ. എപ്പോഴും അയാൾ ജന്മം മുഴുവൻ യാത്ര തുടങ്ങിയാലും അയാൾ മരിക്കുമ്പോൾ അയാൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും. ഈ ലോകം ഒരിക്കലും കണ്ടു തീർക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം നമുക്ക് ആകെ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഇത്രയും സന്തോഷത്തോടെ പോവുക, ഈ ലോകത്തിലെ നന്മകൾ കാണുക എന്നുള്ളൂ. നമ്മളിപ്പോൾ ഇന്നലെ വരെ കഴിച്ച ആഹാരങ്ങളിൽ ഇന്നലെ വരെ നമ്മൾ ആസ്വദിച്ചെല്ലാം കഴിഞ്ഞു. ഇപ്പോഴും നമ്മുടെ ഓർമ്മയിൽ എന്താണ്? നിങ്ങൾ പണ്ട് കേട്ടൊരു പാട്ട്, അല്ലെങ്കിൽ അച്ഛനും അമ്മയായിട്ടൊരു നല്ല സമയങ്ങൾ, നമ്മൾ സുഹൃത്തുക്കളായിട്ട് സ്പെൻഡ് ചെയ്തത്, നമ്മൾ കണ്ട നല്ലൊരു സിനിമ, ഇതല്ലാതെ നമ്മൾ ആസ്വദിച്ചു ഉള്ളിലേക്ക് ആസ്വദിച്ചു എന്തെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടോ? ഒന്നുമില്ല. നമ്മുടെ കണ്ണിൽ കണ്ടതും നമ്മുടെ ഹാർട്ടിനെ അതായത് നമ്മുടെ മനസ്സിനെ തട്ടിയതും മാത്രമേ നമ്മൾ ഓർക്കാറുള്ളൂ. അപ്പോൾ അതെപ്പോഴും നല്ല രീതിയിലായി പോയാൽ കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ പോകുന്നതാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഞാൻ ഈ വലിയ പിന്നെ ഞാൻ ഒരിക്കലും ഒരാളോട് പിണക്കം വെച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല. ആ പിണക്കം വെച്ചുകൊണ്ടിരുന്നാൽ ഇപ്പം എനിക്ക് മോളോട് ദേഷ്യമാണെന്ന് വെച്ചോ, എൻ്റെ മുഖം എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കുള്ളൂ. എപ്പോഴും നമുക്ക് കലിപ്പായിരിക്കും അല്ലേ. ഉറങ്ങുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? അവർക്ക് നല്ല പണി കൊടുക്കണം എന്നാൽ മനസ്സിൽ നമ്മുടെ മനസ്സിൽ കിടക്കുള്ളൂ, നമ്മൾ ഉറക്കവും പോകും. അതില്ല എന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല, നമുക്ക് സുഖമായി. ചേട്ടൻ കയറി വന്നപ്പോഴാണെങ്കിലും ഭയങ്കര ടെൻഷൻ. ചേട്ടൻ എന്തോ ഫോണിൽ എന്തോ ഇഷ്യൂസിലാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. സീരിയസ് തീർന്നടാ, ഇന്നത്തെ ഇന്റർവ്യൂ തീർന്നു അങ്ങനെ വിചാരിച്ച സീരിയസ്ലി ഞാൻ ഇരുന്നത്. പക്ഷെ ഒന്നുമില്ല, ക്യാമറ ഓൺ ആക്കിയപ്പോൾ
പെർഫെക്റ്റ്ലി ഓക്കെ കൂൾ. അല്ല അത് വേറെ അത് ഒരാളോട് ഞാൻ പറഞ്ഞത് 10 വട്ടം പറഞ്ഞു കൊടുത്തിട്ടും പിന്നെയും അവൻ അതിനെപ്പറ്റി എന്നെ വിളിച്ച് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ സംസാരിച്ചത്. ഞാൻ അവരോട് പറയണം ഞാൻ ഇന്റർവ്യൂവിന് കയറുകയാണ് എന്നാൽ പിന്നെ ഞാൻ വിളിച്ചുകൊണ്ടുവന്നുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി അങ്ങനെ സംസാരിച്ചത്. അതല്ലാതെ എനിക്ക് പിന്നെ ആ കാര്യം ഞാൻ വിട്ടു.